സൂറത്തു ഹജ്ജിന്റെ തുടക്ക ആയത്തുകൾ നമ്മൾ ഓതി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം നമുക്കിന്ന് പഠിക്കേണ്ടതുണ്ട്. എല്ലാവരും ആദ്യത്തെ 2 ആയത്തുകൾ ഒന്നുകൂടി ഒരുമിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അദീം. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. 2 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി ശരിയാക്കി ഓതുക. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അദീം. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. നമുക്ക് ശരിക്കും നമ്മളെ ഓരോരുത്തരുടെയും ഓത്ത് തിരുത്തുന്നത് നമ്മൾ സ്വയം ഓരോരുത്തരും ഓതി കേൾപ്പിക്കുമ്പോഴാണ്. പലപ്പോഴും ക്ലാസ്സിലാകുമ്പോൾ പ്രയാസം ഉണ്ടാവും. എന്നാലും ചിലരൊക്കെ ഓതാൻ തയ്യാറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 1-ാമത്തെ ആയത്ത് നജീർ സാഹിബ് ഓതും. 2-ാമത്തെ ആയത്ത് നിങ്ങൾ ആരെങ്കിലും വേറെ ആൾ ഓതും. ഒന്ന് ഓതിക്കോളൂ. أحسنت ما شاء الله. إن زلزلة الساعة شيء عظيم. أحسنت بارك الله. بارك الله. 1-ാമത്തെ ആയത്ത് ഓതാൻ കഴിയും. ഓതൂ ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ആയത്ത് ആർക്കോതാ? 2-ാമത്തെ ആയത്ത്. أحسنت بارك الله فيكم. وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. എല്ലാവരും ഒന്നുകൂടി ഓദിക്കാം. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ആദ്യത്തെ ആയത്തിൽ സൽസലത്ത് സാഅത്ത് ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം പറഞ്ഞു. 2-ാമത്തെ ആയത്തിൽ അന്നേ ദിവസത്തിന്റെ ഭയാനകത പറഞ്ഞു. എല്ലാവരും അശ്രദ്ധയിലായിപ്പോ. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം മറക്കും.
മുലയൂട്ടുന്ന ഉമ്മ തൻ്റെ കുഞ്ഞിനെ വിട്ടേച്ചു പോകും. പ്രായം തികയാത്ത, മാസം തികയാത്ത പെണ്ണ് തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഒഴിവാക്കപ്പെടും. ജനങ്ങൾ മത്ത് പിടിച്ചതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും. സുഖാറ, ലഹരിയുടെ മത്തിനാണ് സുഖാറ എന്ന് പറയുന്നത്. മത്ത് പിടിച്ചവരെ പോലെ നിനക്ക് കാണാൻ പറ്റും. എന്നാൽ വമാഹും ബി സുഖാറ, അവരാരും മത്ത് പിടിച്ചവരൊന്നും അല്ല. വലാകിന്ന, പക്ഷേ അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. എന്നിട്ട് 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഇങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുത്താലും വെറും തർക്കങ്ങൾ മാത്രം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ പരലോകം നിഷേധിക്കാനും അള്ളാഹുവിനെ നിഷേധിക്കാനുമാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ചാനൽ ചർച്ചകളിലും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ഖൗമ് നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവികളായി വലിയ വിവരമുള്ളവരായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ സമൂഹം അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ അത്തരം ആളുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അള്ളാഹുവിന്റെ സത്യത്തെയും നിഷേധിക്കാനും പരിഹസിക്കാനും വേണ്ടി തർക്കിച്ചു കൊണ്ടിരിക്കുന്നവന്റെ അവസ്ഥ എന്താണെന്ന് പറയുന്നത്. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّبِعُ كُلَّ شَيْطَانٍ مَرِيدٍ كُتِبَ عَلَيْهِ أَنَّهُ مَن تَوَلَّاهُ فأنه يضله ويهديه إلى عذاب السعير. 3-ാമത്തെയും 4-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ്. ഞാൻ ഓതി തരുന്ന ഭാഗം ശ്രദ്ധിച്ചു ഓതണം. ومن الناس من يجادل في الله ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. ويتبع كل شيطان مريد. كتب عليه أنه من تولاه كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. إلى عذاب السعير. രണ്ടായത്തിലും ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. വമിനന്നാസി മൻ യുജാദിലു, മൻ യുജാദിലു പറയില്ല, മൻ യുജാദിലു ഫില്ലാഹി
ബിഗൈരി ഇൽമിൻ വയത്തബിഉ. ആദ്യം ബിഗൈരിയാണ്, എന്നുള്ളതാണ്, പുള്ളിയുള്ളതാണ്. പിന്നെ പറഞ്ഞത് ഇൽമാണ്, സാധാ ഐനാണ്, ഇൽം. പിന്നെ പറഞ്ഞത് വയത്തബിഉ ഐനാണ്, വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്. ശൈത്താൻ അല്ല, മലയാളത്തിൽ ശൈത്താനാണ്, അറബിയിൽ ഷെയ്ത്വാനാണ്. ഷെയ്ത്വാനിൻ മരീദ്. ഷെയ്ത്വാനിൻ മരീദ് എന്നില്ല, നോന് തൻവീന് വന്നു. തൊട്ടടുത്ത അക്ഷരം ഷദ്ദുള്ള മീം ആയതുകൊണ്ട് ഷെയ്ത്വാനിൻ മരീദ് എന്ന് പറയില്ല, ഷെയ്ത്വാനിൻ മരീദ്. ഒന്നൊതുക്കിയേ. വമിനൻ നാസ് കുത്തിബ അലൈഹി അന്നഹു. നമ്മുടെ അന്നഹു എന്ന് സ്റ്റോപ്പ് ആവാതെ ഒന്ന് നീട്ടി ഉച്ചരിക്കുക. അന്നഹു മൻ തവല്ലാഹു. മൻ തവല്ല എന്ന് പറയില്ല, നൂനു സാക്കിനക്ക് ശേഷം താ വരുന്നതുകൊണ്ട് മൻ തവല്ലാഹു ഫഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ റായിൽ അവസാനിക്കുകയും തൊട്ട് മുമ്പിൽ കസറുമാകുമ്പോൾ സഈർ എന്ന് പറയാതെ രാ കൊണ്ട് അവസാനിപ്പിക്കും. സഈർ, കബീർ, ഖദീർ, ഖബീർ. ഒരു രായുടെ ശബ്ദം കൊണ്ടേക്കും അത് അവസാനിക്കാം. ഫഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബിസ്സഈർ. ഒന്നുകൂടി കുത്തിബ അലൈഹി. കുത്തിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു ഫഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബിസ്സഈർ. ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ ചെറിയൊരു വിശദീകരണമുണ്ട്. വമിനന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഖുർആനിലെ കുറേ സ്ഥലത്ത് വമിനന്നാസ് കേട്ടിട്ടുണ്ട്. വേറൊരു ആയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എവിടെങ്കിലും? ഇന്നലെ ഖുത്ബയിൽ പറഞ്ഞതോ മറ്റൊക്കെ. വമിനന്നാസ് മയ്യശ്തരി ലഹുവൽ ഹദീസ്. വേറെ ആയത്തിൽ വമിനന്നാസ് മയ്യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദ ഹുദവൻ. ഒരുപാട് ആയത്തുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ശരിക്കൊരു അവരെ ആ പറയുന്ന കാര്യത്തിൽ പെട്ടവനാണോ ഞാൻ എന്ന് ചിന്തിപ്പിക്കുന്ന പ്രയോഗമാണത്. ഒമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. മൻ, ഒരുത്തൻ. അവന്റെ പണി എന്താ? യുജാദിലു, അവൻ മുജാദല നടത്തിക്കൊണ്ടിരിക്കും. മുജാദല, തർക്കിക്ക. യുജാദിലു. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കാം. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ തർക്കിക്കാൻ പാടില്ല. എന്നാൽ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, മനുഷ്യരുണ്ട്, യുജാദിലവൻ തർക്കിക്കും. ആരെ കാര്യം പറഞ്ഞുകൊണ്ട്? ഫില്ലാഹി, അള്ളാന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. എങ്ങനെ? ബിഗൈരി ഇൽമിൻ. എങ്ങനെയാണ് അവൻ സംസാരിക്കണത് തന്നെ? ബിഗൈരി ഇൽമിൻ. എന്തില്ലാതെയാണ്? ഒരു ഇൽമില്ലാതെ തർക്കിക്കുന്നത്. അത് പ്രസ്ഥാനത്തിന്റെ പേരിലായാലും തൗഹീദിന്റെ പേരിലായാലും പഠിക്കാതെ, ഒരു വിഷയത്തിന്റെ കാമ്പറിയാതെ, അസ്ലർ എല്ലാം അറിയണം, അതിന്റെ മെയിൻ കണ്ടന്റ് അറിയാതെ പഠിക്കാതെ നമ്മൾ ആ വിഷയം സംസാരിക്കാൻ പറ്റില്ല, തർക്കിക്കാൻ പറ്റില്ല. വാട്സപ്പ് ചർച്ചകളൊക്കെ അങ്ങനെ നീണ്ടു കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെയാണ് അയാൾ പറയുന്നത്. നല്ല തൗഹീദൊക്കെ ഇരിക്കും, പക്ഷെ അയാൾ പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ചറിയാം പ്രമാണ വിരുദ്ധമായ ആശയങ്ങളുണ്ടാവും. ഇവിടെ ചിലർ തർക്കിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കാര്യത്തിലാണ് അവർ തർക്കിക്കുന്നത്. ഒരു അറിവുമില്ലാതെയാണ് തർക്കിക്കുന്നത്. അറിവ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മം ഏതാണെന്നറിയോ? ഏറ്റവും പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മത്തിന്റെ ഓർഡർ എങ്ങനെയെന്നറിയോ? ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാ വരിക അറിയോ? ഏതാണ്? യെസ്, ജിഹാദാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മയായി രേഖപ്പെടുത്തുന്നത്.
ഹദീസുകളൊക്കെ പല രംഗങ്ങളിൽ പറയുമ്പോൾ ജിഹാദിനേക്കാൾ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നതാണ്. ജിഹാദ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഏതിനെന്നറിയോ? ഏറ്റവും പുണ്യം കിട്ടുന്ന 2ാമത്തെ കാര്യം ഇൽമാണ്. ഇൽമു പഠിക്കില്ല. അവിടെ നമ്മളെ സമൂഹം എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കാം. 3ാമത്തത് നമ്മളിന്ന് ഫസ്റ്റ് പറഞ്ഞ കാര്യം ദിക്ർ. ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങൾ വിശദീകരിക്കപ്പെട്ടപ്പോൾ, കർമ്മങ്ങളുടെ മഹത്വം വിശദീകരിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ദർജ കൂടിയ കാര്യങ്ങൾ വിശദീകരിച്ചു. വമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, ഇത്ര മഹത്തരമായ ഇൽമില്ലാതെ അള്ളാന്റെ വിഷയത്തിൽ തർക്കിക്കും എന്ന് മാത്രല്ല, വയത്തബിഉ, അയാൾ പിൻപറ്റുന്നത്, ഫോളോ ചെയ്യുന്നത്, കുല്ല ശൈത്വാനിൻ, എല്ലാ ശൈത്വാനിനെയുമാണ്, പിശാചിനെയാണ് പിൻപറ്റുന്നത്. പിശാച് ഇങ്ങനെ തോന്നിപ്പിക്കും, അവനിങ്ങനെ പറയും. ഏതാ ശൈത്വാൻ? ശൈത്വാനിൻ മരീദ്, ആട്ടിയകറ്റപ്പെട്ട, എറിഞ്ഞോടിക്കപ്പെട്ട, അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ച, ദീനിന്റെ ശത്രുവാണ്, നിങ്ങളുടെ ശത്രുവാണ്, മനുഷ്യന്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ച ശൈത്താനിന്റെ മാർഗം പിൻപറ്റുന്ന ചിലരുണ്ട്. മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയാണ്, ഇത് പരലോകം നിഷേധിക്കുന്ന ചിലർക്കുള്ള ആക്ഷേപമാണ്. മരണപ്പെട്ടവരെ ജീവിപ്പിക്കൂല അല്ലാഹു എന്ന് നിഷേധിച്ച ആളുകൾക്കുള്ളതാണ് ഈ ആയത്ത്. ഒരു തർക്കിക്കാണ്, എന്ത് പരലോകം, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടില്ല, ഇനി 2ാമതൊരു ജന്മമുണ്ട് ഞങ്ങൾ പറയണം. മുസ്ലിം ബ്ലോഗർമാര് വരെ സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് പറയും, ഒറ്റ ജീവിതമുള്ളൂട്ടോ, അടിച്ചു പൊളിച്ചോളി, ഇങ്ങോട്ട് വന്നോളി, ഒറ്റ ജീവിതമുള്ളൂട്ടോ. വരാൻ തന്നെ പാടില്ല ആ പ്രയോഗം. അങ്ങനെ ഇൽമ് സംസാരിക്കുന്ന, അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നുള്ളത് നിഷേധിക്കുന്നവർക്കുള്ളതാണ്. അമ്പിയാക്കന്മാരിലൂടെ അള്ളാഹ് ഇറക്കി പ്രദർശിപ്പിച്ച് ആയത്ത് പഠിപ്പിച്ചു കൊടുത്ത വിഷയമാണ് ഉണ്ടാകും എന്നത്. അവൻ ചിലർ തർക്കിച്ചുകൊണ്ട് പറയും, നിഷേധിക്കും, ഇല്ല, പരലോകല്ല, അല്ലല്ല, ഖിയാമത്ത്, അവൻ പിൻപറ്റുന്നത് കുല്ല ശൈത്വാനിൻ മരീദിൻ മിനൽ ഇൻസി വൽ ജിന്ന്, ജിന്നുവർഗത്തിലെ ഇൻസുവർഗത്തിലെ പിശാചുക്കളായ ആളുകളുടെ ആശയമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്, വഹാദാ ഹാലു അഹ്ലുൽ ബിദ്അഇ വല്ലലാലി, പിഴച്ച കക്ഷികളും വഴികേടിലായ കക്ഷികളും ഇതെന്നെ ചെയ്യുന്നത്. സത്യമറിയാതെ, ഹക്കറിയാതെ ജനങ്ങളെ തർക്കിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അൽ മുഅരിദീന അനിൽ ഹഖി, ഹഖെന്ന് തിരിഞ്ഞു നടക്കുക. അൽ മുത്തബിഈന ലിൽ ബാത്തിലി, ബാത്തിൽ പിൻപറ്റിക്കൊണ്ടിരിക്കുക. ഹക്ക് മാറ്റി നടക്കുക, ബാത്തിൽ പിൻപറ്റി നടക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനെ അറിയിച്ചു കൊടുത്ത ഹഖുൽ മുബീനായ മാർഗം പിൻപറ്റാതെ തർക്കിച്ച് നടക്കുക. വയത്തബിഊന അഖ്വാല റൂസിൽ ളലാല, പിഴച്ച കക്ഷികളുടെ നേതാക്കന്മാരെ വാക്കുകൊണ്ട് നടക്കുക. അദ്ദുആതു ഇലൽ ബിദ്അഇ ബിൽ ലഹ്വാഇ വൽ ലാറ, സ്വന്തം ഇച്ഛകൾക്കും സ്വന്തം ആഗ്രഹങ്ങൾക്കും വേണ്ടി ദീനിനെ അല്ലെങ്കിൽ മതത്തിനെ വളച്ചൊടിക്കുന്ന കക്ഷികളിലേക്കുള്ളതാണ് ഈ ആയത്ത്. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കുതിബ അലൈഹി കിതാബത്തൻ ഖദരിയ്യത്തൻ, ഖദരിയായ കാര്യങ്ങൾ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ വിവിധങ്ങളായ കഴിവുകൾ. ഒരാൾ പരലോകം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ 2ാമത് പരലോകത്ത് എഴുന്നേൽപ്പിക്കുന്നുള്ള അള്ളാന്റെ കഴിവ് നിഷേധിക്കുകയാണ്. സ്വർഗം നരകം എന്നുള്ളത് നിഷേധിച്ചാൽ അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും സൃഷ്ടിപ്പ് നിഷേധിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, അങ്ങനത്തെ ആളുകൾക്ക് നിർബന്ധമായും വലാലത്ത് കിട്ടും.
ആയത്തൊതുക്കിയ കുത്തിബ അലൈഹി അന്നഹു മൻ തവല്ലാ ഫഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ. കുത്തിബ അലൈഹി, അവന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. നോമ്പിനെ കുറിച്ച് എന്താ പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ വാദം കൊണ്ട് നടക്കുന്ന പിഴച്ച കക്ഷികൾക്ക് കുത്തിബ അലൈഹി, അവന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. അന്നഹു, തീർച്ചയായും അവൻ, മൻ തവല്ല, ആരെങ്കിലും അവനെ തൊട്ട് തിരിഞ്ഞു നടന്നാൽ, തവല്ല പിന്തിരിഞ്ഞ് നടക്കുക, സത്യത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, ഹക്കിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞ് നടന്നാൽ ഓൻക്ക് നിർബന്ധാണ് എന്ത്? ഫഅന്നഹു യുദില്ലുഹു, അവനെ അള്ളാഹു വഴികേടിലേക്ക് തന്നെ കൊണ്ട് നയിക്കും. വല്ല യുദില്ലു, അവനെ വഴികേടിലേക്ക് തന്നെ വിടും. വയഹ്ദീഹി, അവനെ വഴി നടത്തി തെളിച്ചു കൊണ്ടുപോകും. ഇലാ അദാബിസ് സഈർ, വെന്തെരിയുന്ന കത്തിജ്വലിക്കുന്ന അദാബിലേക്ക്, ശിക്ഷയിലേക്ക് അവനെ കൊണ്ടുപോകും. തഫ്സീറിൽ പറഞ്ഞ വാക്ക് യുദില്ലുഹു ഫിദ്ദുനിയ, ദുനിയാവിൽ അവനെ പിഴച്ച വാദക്കാരനായി അള്ളങ്ങനെ കൊണ്ടു നടക്കും. എക്സ് മുസ്ലിമായിട്ടും യുക്തിവാദമായിട്ടും ലിബറലിസ് ആയിട്ടൊക്കെ നമ്മളെ നാട്ടിൽ കൂടെ കുറെ മുസ്ലിം പേരുള്ള ചങ്ങായിമാരി ഇറക്കുന്നുണ്ടല്ലോ. അവരെ വഴി തെറ്റിയവർ, അവരെ വഴികേടിലാക്കി അങ്ങനെ അള്ള വിടും. വയഖൂദുഹു ഫിൽ ആഖിറതി ഇലാ അദാബിസ് സഈർ, എന്നിട്ട് പരലോകത്ത് ഏറ്റവും വേദനിക്കുന്ന ശിക്ഷയിലേക്ക് അവരെ കൊണ്ടുപോകും. എന്നിട്ട് ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ പരാമർശം ഫിൻ നളർ ബിനുൽ ഹാരിസ്, നളർ ബിനുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പരലോകത്തെ നിഷേധിച്ച് എല്ലിന്റെ കഷ്ണങ്ങൾ എടുത്ത് പൊടിച്ചിട്ട് തിന്നിഞ്ഞ് രണ്ടാമത് ഖിയാമത്ത് നാൾ ഉണ്ടാവുമെന്ന് ചോദിച്ച ഒരാളുണ്ട്. ആ മനുഷ്യൻക്കുള്ളതാണ് ഈ ആയത്തുകൾ എന്ന ഒരു പരാമർശം ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഇമാം അബി ഹാത്തിം റഹിമഹുല്ല പറയുന്നുണ്ട്, ഇത് ഖുറൈശികളിലെ ഒരു മോശപ്പെട്ട മനുഷ്യൻ പറഞ്ഞ വാക്കുണ്ട്. നിങ്ങളുടെ റബ്ബ് ആരാണ്? ഹുവ മിൻ ഫില്ലത്തിൻ, നിങ്ങളുടെ റബ്ബ് വെള്ളിയിൽ നിന്നുണ്ടാക്കിയ ആളാണോ? ഹുവ മിൻ നുഹാസിൻ, വല്ല ചെമ്പിൽ നിന്നുണ്ടാക്കിയ ആളാണോ? ആ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ആകാശത്തു നിന്നൊരു ശബ്ദമുണ്ടാവുകയും ഒരു ഇടിനാദം ഉണ്ടാവുകയും അയാളെ നശിപ്പിക്കപ്പെടുകയും ചെയ്ത രംഗം തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയണ, ഒരു യഹൂദിയായ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ്, അല്ല മുഹമ്മദേ, അഖ്ബിർനി അൻ റബ്ബിക, നിന്റെ റബ്ബിനെ കുറിച്ചൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? അറിയാഞ്ഞിട്ടല്ല, പരിഹസിക്കാൻ വേണ്ടി ചോദിക്കുക. മിൻ അയ്യി ഷൈഇൻ ഹുവ, എവിടുന്നാണ് നിങ്ങൾക്ക് പടച്ചോൻ ഉണ്ടായത്? മിൻ ദുർരിൻ അം മിൻ യാഖൂത്തിൻ, പവിഴത്തിൽ നിന്നാണോ മുത്തിൽ നിന്നാണോ രത്നത്തിൽ നിന്നാണോ നിങ്ങൾക്ക് കിട്ടിയത്? എവിടുന്ന് കിട്ടിയടോ നിങ്ങൾക്ക് ദൈവത്തിന് ചോദിക്കാണ്. കാല ഫജാഅത്ത് സ്വായിഖത്തുൻ, അദ്ദേഹത്തിനൊരു ഘോരമായ ശബ്ദം പിടികൂടപ്പെട്ടു. ഫഅഖദതുഹു, അതിലൂടെ അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ശിക്ഷ കൊടുത്തു. ഇതൊക്കെ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അതിനു വേണ്ടി തർക്കിക്കുന്ന ആളുകൾക്കുള്ള ദുനിയാവിലെ ദലാലത്തും പരലോകത്തിലെ ദലാലത്തും അയാൾക്കുണ്ടാകുന്ന പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. കുതിബ അലൈഹി ഖിയാമത്ത് പറയുന്ന കൂട്ടത്തില് സൂറത്തുൽ ഹിജ്റിന്റെ 85-ാമത്തെ ആയത്തിലൊക്കെ പറയുന്നുണ്ട്, നിഷേധിക്കണ്ട, പരലോകം സത്യാണ്, കൊണ്ടുവരപ്പെടും.
സൂറത്ത് ഗാഫിറിൽ പറയുന്നുണ്ട്, ഇന്ന സാഅത ലആതിയത്തുൻ ലാ റൈബ ഫീഹാ, ഖിയാമത്ത് നാൾ നടക്കും, സംഭവിക്കും, ഒരു സംശയവും വേണ്ട. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈമാൻ, അറിയോ? അപ്പൊ നബി പറഞ്ഞു കൊടുത്തു, ഈമാൻ എന്ന് പറഞ്ഞ ഒരറിയാത്ത ആളാന്ന് വിചാരിച്ചിട്ട്, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കൂട്ടത്തിൽ പരലോകമുണ്ടെന്ന വിശ്വാസമാണ് ഈമാൻ കാര്യം. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു മാത്രമല്ല, ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ ചില അടയാളങ്ങൾ, പ്രത്യേകിച്ചും വലിയ ചില അടയാളങ്ങൾ സംഭവിക്കും. ഹദീസുകളിൽ പറഞ്ഞ വാക്കുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ദജ്ജാൽ ഇറങ്ങല്, ഇമാം മഹദിന്റെ വരവ്, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവ്, 3 ഖസ്ഫുകള്, പിന്നെ യജൂജ് മഅജൂജ്, പിന്നെ ഒരു ജന്തുല്ലേ, എന്ത് ജന്തുവിന്റെ പേര്, മൃഗത്തിന്റെ പേര്, ദാബത്തുൽ അർള്. ഇതൊക്കെ എന്താ? ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ സംഭവിക്കും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അത്ര വരെ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ മാത്രമല്ല, അതിന്റെ അടയാളങ്ങൾ സംഭവിക്കുന്നു പഠിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറായ നന്മയുടെ വഴികൾ തുറന്നു തരികയും സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ പ്രവേശിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമസ്കാരവുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയാണ്, ഒരാള് നമസ്കരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അയാൾക്ക് അനുവദനീയമാണ്, ചെയ്യാം. 1, റദ്ദുൽ മാറു മിൻ അമാമിഹി. സാധാരണ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പിന്നെ അനങ്ങാൻ പാടില്ല. എന്നാൽ ഒരാൾ മുന്നിലൂടെ നടന്നു പോവുകയാണെങ്കിൽ റദ്ദ് ചെയ്യാം. എന്താ? അയാളെ തടുക്കാൻ പറ്റും. എപ്പോ? മറയുണ്ടായിട്ട് നിസ്കരിക്കാണ്. കേൾക്കണ്ടോ? ക്ലിയർ ഉണ്ടോ? മറയുണ്ടായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തടുക്കാൻ പറ്റുള്ളൂ. മറല്ലാതെ നിസ്കരിച്ചാല് അത് കൂട്ടൂല. അപ്പൊ അത് നമുക്ക് അനുവദനീയമാണ്. അങ്ങനെ കൈകൊണ്ട് തടുക്കാൻ പറ്റുമോ, തള്ളാൻ പറ്റുമോ, മാറ്റാൻ പറ്റുമോ? അത് അനുവദനീയമാണ്. 2, ഇതിൽ ഖിറാഅത്തു വൽ ഇമാം, ഇമാമിന് ഒരു തെറ്റു സംഭവിച്ചാൽ, സാധാരണഗതിയിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ, എന്നാൽ ഇമാം ഓതിയ ഒരു ആയത്തിൽ തെറ്റു സംഭവിച്ചു, എന്ത് ചെയ്യാം? പറഞ്ഞു, ബാക്കിന്ന് പറഞ്ഞു കൊടുക്കാം, തെറ്റ് തിരുത്തി കൊടുക്കാം, ആയത്തിന്റെ കൃത്യമായ ഭാഗം പറഞ്ഞു കൊടുക്കാം. 3, ഒരാള് നമസ്കാരത്തിൽ അയാളുടെ പ്രധാനപ്പെട്ട സുജൂദ്, റുക്കൂ, കർമ്മങ്ങൾ ചെയ്യുന്നതിന് തടസ്സമാകുന്ന എന്തെങ്കിലും സംഭവിക്കണം. ഉദാഹരണത്തിന് ഒരാൾ തുണി എടുത്ത് നിസ്കരിക്കും, അയാൾ തുണി ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകാൻ തുടങ്ങി, അപ്പൊ ഔറത്ത് കാണും, അപ്പൊ പിന്നെ നിസ്കാരം ബാത്തിലാവും. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാൾ കൈ ഊരിട്ട് വേഗം തുണി വൃത്തിയാക്കണം, കെട്ടി ശരിയാക്കണം. അത് തെറ്റില്ല. അതേപോലെ തന്നെ കുട്ടി ഇങ്ങനെ മുന്നിൽ കൂടെ വന്നു, എന്നിട്ട് നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ നമസ്കാരത്തിലെ ശ്രദ്ധ മുഴുവൻ പിന്നോടുക്ക പോവുക, കുട്ടിന്റെ കരച്ചിലേക്ക്. നബി തങ്ങൾ കുട്ടിനെ എടുത്ത് നിസ്കരിച്ചു. സുജൂദക്ക് പോകുന്ന നേരത്ത് കുട്ടിനെ അവിടെ സൈഡിൽ വെച്ചു. അത് അനുവദനീയമാണ്. ഇതിങ്ങനെ നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ കുട്ടിനെ കൊണ്ടുപോകണം എന്നല്ല ഇതിന്റെ അർത്ഥം. എന്താ അർത്ഥം? ഒരു സാഹചര്യം വന്നാൽ അത് ചെയ്യാം. മുമ്പിലൂടെ ഒരു പാമ്പ്, കിതാബിൽ വന്ന വാക്കാണ്, ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു തേള് മുന്നേ കൂടെ ഇങ്ങനെ പോവുകയാണ്. എന്ത് ചെയ്യാ? ഒന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ, കൊല്ലാൻ പറ്റുമെങ്കിൽ, ചെറിയൊരു അനക്കം കൊണ്ട് ഒതുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ചെറിയൊരു ഉറുമ്പ് പോകുമ്പത്തിന് പോയിട്ട് കൊല്ലണം എന്നല്ല. നാശകരമായ തേള്, പാമ്പ് പോലത്തെ, നമ്മളിപ്പത്തെ പള്ളി പോലല്ലല്ലോ മുമ്പത്തെ പള്ളി. മദീനത്തെ പള്ളി എങ്ങനെയായിരുന്നു? മണലുള്ള പള്ളിയാണ്, ഒരു ഓല മേഞ്ഞതാണ്, ഇടയിൽ കൂടെ എല്ലാ സാധനങ്ങളും കയറി പോകാറുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് നശിപ്പിക്കാൻ, വേണമെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ അനുവദനീയമാണ് നമസ്കാരത്തിന്റെ ഇടയ്ക്ക് നടത്തുന്നത്. മറ്റൊരു കാര്യം,
ഔ സഹവൻ ഇമാമഹു ഔ ഖാഫ അലൽ ഇൻസാൻ അൽ വഖൂഫി ഹൽക. ഇമാം ഒരു കാര്യം മറന്നു, അപ്പൊ എന്ത് ചെയ്യാ? ബാക്കിന്ന് ഒരു മോമിന് സുബ്ഹാനല്ലാഹ് പറയാം, ശരിയല്ലേ? ഓക്കെ, സുബ്ഹാനല്ലാഹ് പറയാം. എന്നാല് അത് മാത്രല്ല, ബാക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി കുഴഞ്ഞു വീണു. ഇമാമ് ഇത് അറിയില്ല, ഇമാമ് സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പക്ഷേ ഇമാമിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, എന്തോ ബാക്കിൽ എന്തോ ഒരു അപകടം പതിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ എന്ത് പറയാം? സുബ്ഹാനല്ലാഹ് പറയാം. മറവി സംഭവിച്ചാൽ മാത്രല്ല, ഹദീസിൽ വന്ന വാക്ക് ഇദാ നാബക്കും അംറുൻ, എന്തെങ്കിലും ഒരു കാര്യം ഇമാമിനെ ഉണർത്താനുണ്ടെങ്കിൽ ഫല്യുസബ്ബിഹി റിജാൽ, പുരുഷന്മാര് തസ്ബീഹ് നടത്തട്ടെ എന്നാണ്. 5 വലാ യുക്റഹു സലാമു അലൽ മുസല്ലി ഇദാ കാന യഅരിഫ് കൈഫ യറുദ്. ഒരാൾ നമ്മളിങ്ങനെ വീട്ടിൽ നിസ്കരിക്കുകയാണ്, ഒരാൾ നേരെ വീട്ടിൽ കയറി വന്നു അസ്സലാമു അലൈക്കും പറഞ്ഞു. എന്ത് ചെയ്യും? നമ്മൾ നിസ്കരിക്കുകയാണ്, നമ്മളോട് സലാം പറഞ്ഞു, നമ്മളിങ്ങനെ നിസ്കരിക്കണോ? നമ്മൾ നിൽക്കാന്ന് വിചാരിച്ചിട്ട് മൂപ്പര് അവിടുന്ന് സലാം പറഞ്ഞു. എന്ത് ചെയ്യും? സലാം മടക്കാൻ പറ്റില്ല. സലാം മടക്കുക എന്നത് നമസ്കാരത്തിൽ മനുഷ്യന്മാരോടുള്ള സംസാരമായി. മനുഷ്യന്മാരോട് സംസാരിച്ചാൽ ബാത്തിലായി. അപ്പൊ സലാം മടക്കണ്ടേ? 2 ഓപ്ഷൻ സ്വീകരിക്കാം. ഒന്ന് ഇഷാറ. എങ്ങനെ? ഇഷാറ ജസ്റ്റ് ഇങ്ങനെ ആക്കുക. അയാൾ മുഖത്ത് നോക്കൊന്നും വേണ്ട, അയാൾ ബാക്കിലേക്കോട്ടെ. നമ്മള് നിസ്കരിക്കണ, നമ്മൾ അയാൾ സലാം പറഞ്ഞപ്പോ ഇങ്ങനെ ആക്കി മാത്രം നിസ്കാരം കഴിഞ്ഞിട്ട് വഅലൈക്കും അസ്സലാം. ഓക്കെ. 2ാമത്തെ ഓപ്ഷൻ ഇഷാറില്ല, നമ്മൾ നിസ്കരിക്കാൻ തുടർന്നു, നമസ്കാര ശേഷം വെറും വഅലൈക്കും അസ്സലാം. 2ഉം സ്വീകരിക്കാം. സലാം മടക്കൽ പറ്റൂല എന്നർത്ഥം, നിസ്കാരത്തിനകത്ത്. എന്നാൽ അടുത്ത വാക്ക് കേട്ടങ്ങള് അവൻ അനുവദനീയമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ മുമ്പിൽ പാമ്പ് പോകുമ്പോ ചവിട്ടാന്നൊക്കെ പറഞ്ഞു, കൊല്ലാന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ ഒരാൾ വന്ന് ബെല്ലടിച്ചു. നമ്മുടെ കുട്ടിയായിരുന്നു, നമ്മള് UKG പഠിക്കുന്ന നമ്മളെ കുട്ടി വന്ന് ബെല്ലടിച്ചു. നമ്മൾ വാതിൽ തുറന്നില്ലെങ്കിൽ എന്താണ്ടാവുക? കുട്ടി ഒറ്റക്കാകും പുറത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കാരത്തിൽ തന്നെ പറ്റുമെങ്കിൽ, അടുത്ത സൗകര്യത്തിലാണെങ്കിൽ വേഗത്തിൽ പതുക്കെ പോയി കൂടുതൽ ചലനങ്ങളില്ലാതെ വാതിൽ തുറന്നു കൊടുത്ത് വേഗത്തിൽ നമസ്കാരം തുടരുക. ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് നബിന്റെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലിന്റെ അടുത്ത് വന്നിട്ട് ഒച്ചണ്ടാക്കി, വാതിൽ തുറക്കാൻ വേണ്ടി. ആയിഷ ബീവി ഒരു പെണ്ണാണ്, ഒറ്റക്കാണ് പുറത്ത് നിൽക്കുന്നത്. നബി നിസ്കരിക്കുക. നബി കയറി ചെന്ന്, അന്നത്തെ കാലത്തുള്ള വാതിലുണ്ട്, തട്ടിക്കുറത്ത് കൊടുത്ത്. അവർക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ ബെഡ്റൂമിൽ നിന്നൊരു 4 സ്ക്വയർ ഫീറ്റ് ആണ്ട് പോകാണ്ടെങ്കിൽ പറ്റൂല. അവർക്ക് തൊട്ടടുത്ത് തന്നെയാണല്ലോ വാതിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് വേഗത്തിൽ 2 സ്റ്റെപ്പ് ഇങ്ങനെ കയറി കിടന്ന് തുറന്നു കൊടുത്ത് നബി ബാക്കിലേക്ക് തന്നെ വന്ന് നബി നിസ്കാരം തുടങ്ങി. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അനുവദനീയമാണ് എന്നർത്ഥം. അടുത്തത് ഒരു റക്അത്തിൽ ഒരു സൂറത്തോ 2 സൂറത്തോ ഓതാം. ഒരു റക്അത്തിൽ ഒരു സൂറത്തിന്റെ പകുതി ഓതാം, മറ്റൊരു സൂറത്തിന്റെ പകുതി ഓതാം. അത് പ്രശ്നമല്ല. ഓതുമ്പോൾ വലിയ സൂറത്ത് ആദ്യം ഓതുകയും താഴെയുള്ള സൂറത്ത് 2ാമത്തെ റക്അത്തിലായി മാറുകയും വേണം. അങ്ങനെ അൽബക്കർ ഓതി കഴിഞ്ഞാൽ പിന്നെ ഏത് ഓതണം? ആലുംറാൻ ഓതണം. ആദ്യം യാസീൻ ഓതിയിട്ട് പിന്നെ അൽബക്കറന്ന് പോയി ഓതാൻ പാടില്ല എന്നർത്ഥം. മേലത്തെ ഓർഡർ പാലിച്ചുകൊണ്ട് പോകണം. ഇനി ഒരു റക്അത്തിൽ തന്നെ 1ാമത്തെ റക്അത്തിൽ വല്ലുഹാ വല്ലൈലി ഓതി, 2ാമത്തെ റക്അത്തിലും ആ മനുഷ്യൻ അതന്നെ അറിയുള്ളൂവെങ്കിൽ വീണ്ടും വല്ലുഹാ വല്ലൈലി ഓതാം. നബി ഖുബാ പള്ളിയിൽ ഒരു ഇമാമിനെ നിർത്തി അദ്ദേഹം എല്ലാ നിസ്കാരത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അത് മാത്രല്ല, അൽബക്കർ ഓതിയാലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും, യാസീൻ ഓതിയാലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അപ്പൊ സഹാബത്ത് ഇന്ന് പരാതി പറഞ്ഞു, എന്താണത് എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബി. അപ്പൊ നബി വേണ്ടാന്ന് പറഞ്ഞില്ല, ആ ഇഷ്ടം നിനക്ക് സ്വർഗം ഉണ്ടാക്കി തരട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ചില സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ടാവും എങ്കിൽ ആ സൂറത്ത് ഓതലാണ് അവിടെ സുന്നത്ത്. ഏതുപോലെ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരം, അതിലേതാ ഓതേണ്ടത്?
ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദ്. അവിടെ ആ സൂറത്ത് ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്ത് മുഴുവൻ ഓതലാണ് സുന്നത്ത്. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ദിവസം നമുക്ക് സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂനും ഉണ്ടാകും. ശരിക്കും ഏറ്റവും സുന്നത്ത് കിട്ടണമെങ്കിൽ ആ സൂറത്ത് മുഴുവൻ ഓതണം. ആ സൂറത്ത് മുഴുവൻ ഓതി ഞങ്ങൾ പറയാൻ തുടങ്ങും, ഭയങ്കര നിസ്കാരം കുറച്ച് ഓവറാട്ടോ, നിസ്കാരം ഭയങ്കര നീണ്ടുപോവുകയാണ്, അത് ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ സൂറത്തു സബ്ബീഹ് ഓതുക, ഹലത്താക്ക് അത് മുഴുവൻ ഓതുക. വെള്ളിയാഴ്ച സുബഹിക്ക് ഹാമീം സജ്ദ അത് ഫുള്ള് ഓതണം. 3.5 പേജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇമാമിനെ പറ്റി പറയും ഭയങ്കര ഓത്താണ്, ഭയങ്കര ഓവറാണ് എന്ന് നിങ്ങൾ പറയും. ഓവറല്ല, അത് അതിന്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ അയാളത് ഫുള്ള് ഓതണം. ഹല്ലത്താൽ ഇൻസാൻ 2ാമത്തെ സൂറത്ത് ഓതുന്നതിന് ഫുള്ള് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളത് ഫുള്ള് ഓതണം. അല്ലെങ്കിൽ വേറെ സൂറത്ത് ഓതും. ചെറുത് വേണമെന്നുണ്ടെങ്കിൽ വേറെ സൂറത്ത് ഓതലാണ്. എന്തൊരു കാര്യത്തിലും 3-നൊരു പരിഗണന കൊടുക്കാറുണ്ട്. അപ്പൊ ചില ഉലമാക്കന്മാർ പറയാറുണ്ട് ചുരുങ്ങിയതൊരു നമസ്കാരത്തിൽ 3 ആയത്തെങ്കിലും ഓതാൻ ശ്രമിക്കുന്നത് അഫ്ളലാണ്. അറിയുമെങ്കിൽ അഫ്ളലാണ്. ചില സുഹൃത്തുക്കളിൽ 3 ആയത്ത് ഓതുന്നത് നല്ലതാണ്. അപ്പൊ ഈ നിലക്ക് ഉള്ള കാര്യങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുവദനീയമായ കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല പറയും. ഒരുപാട് കാര്യങ്ങളുണ്ട്.